സമയം 8 മണി കഴിഞ്ഞപ്പോഴും നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാട്ടോ. നല്ല തണുപ്പാണ്. ടെമ്പറേച്ചർ വളരെ ലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ സമയം കാണിച്ചു തരാം കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സ്കൂള് ഇനി അടയ്ക്കുമെന്ന് അറിയത്തില്ല. ഇതുവരെ നമുക്ക് ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. കണ്ടോ, ഇപ്പോൾ സമയം 8:15 ഫുള്ള് ഫോഗി ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളൊക്കെ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. കാരണം അവർക്ക് സ്കൂളിൽ വരണമെങ്കിൽ രാവിലെ റെഡിയാകണം, കുളിക്കണം. മാക്സിമം ചൂടുവെള്ളത്തിലാണ് എല്ലാവരും കുളിക്കുന്നത്. പക്ഷേ എന്നാലും തണുപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കേട്ടോ, കിട്ടി. അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശിവചാൻ രാവിലെ ഇങ്ങനെ ഓരോ പണികളിലാണ്. തണുപ്പ് എല്ലാവരും മൂടി വെക്കുകയാണ്. നമ്മുടെ മാഗിയുടെ അവസ്ഥ എന്തായാലും അറിയത്തില്ല. നോക്കട്ടെ. മാഗീനെ ഇങ്ങനെ പുതപ്പിച്ചിട്ടേക്കാണ്. മാഗി നല്ല തണുപ്പാണ്. പക്ഷേ ചൂടുകാലത്തിനെ കഴിഞ്ഞും രസം തണുപ്പ് കാലം തന്നെയാട്ടോ. തണുപ്പ് നമുക്ക് എങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്യാം. പക്ഷേ ചൂട് ഒരു രക്ഷയും. ശരിക്കും പറഞ്ഞാൽ മുകളിലൂടെ പായ്ക്കാനായിരുന്നു. ടൈഗറിന് തണുക്കാതിരിക്കാനായിട്ട് കുറേ കച്ചി കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, നോക്കുക കക്ഷി എന്നെ പൂട്ടി വെക്കുകയാണോ. ഇവിടെയും കൂടെ മൂടാനെന്ന് ചോദിച്ചാൽ ഈ സൈഡും കൂടെ ഇങ്ങനെ. ടെറസിൻ്റെ മുകളിൽ പോയി നോക്കട്ടെ. രാവിലെ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ എടുക്കാനായിട്ട് വണ്ടി പോവാട്ടോ. വണ്ടി ഇങ്ങനെ ഇപ്പം മുമ്പോട്ട് പോകുമെന്നറിയത്തില്ല. കാരണം ഇത് കണ്ടോ, റോഡൊന്നും കാണത്തില്ല. നല്ല ഫോഗിയാണ്. സ്കൂളിൻ്റെ വണ്ടിയാട്ടോ പോകുന്നത്. സ്കൂളിൻ്റെ വണ്ടിയൊക്കെ പോവാണ്. എത്ര പിള്ളേർ വരുമെന്നറിയത്തില്ല. ഇതാണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നല്ല തണുപ്പ്. നമ്മുടെ കൈയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നല്ല ഫ്രീസായിട്ടിരിക്കുകയാണ്. ടെറസിൻ്റെ മുകളിൽ വരുമ്പം നമുക്ക് ഫുള്ളിങ്ങനെ കാണാൻ പറ്റും ഇവിടെ മൊത്തത്തിൽ എന്തൊക്കെയാണ് അവസ്ഥ എന്ന്. ആ ഒരു സൈഡ് കണ്ടോ, അവിടുത്തെ അവസ്ഥ കണ്ടോ, ഒന്നും കാണാൻ പറ്റില്ല. അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കാണത്തില്ല. आलविन आज स्कूल नहीं जा रहा है? क्यों? ആൽവിന് ഭയങ്കര നാണോ കേട്ടോ. സ്കൂളിൽ പോകാൻ നോക്കട്ടോ അച്ചു, സ്കൂളിൽ പോകട്ടോ. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടിരിക്കുന്ന കിഴങ്ങും അതുപോലെ മട്ടറും ഇട്ടിട്ടുള്ള ഒരു സാധാരണ ഒരു ഫ്രൈ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതും പിന്നെ ചപ്പാത്തിയുമാണ്. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് ചൂടോടുകൂടി തന്നെ കേട്ടോ നമ്മളിപ്പോഴത്തെ കഴിക്കുന്നത്. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ചെറുപയറിൻ്റെ കറിയും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഉച്ചക്കത്തേന് മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളും ഓൾറെഡി നമ്മൾ മീനുള്ളതുകൊണ്ട് തന്നെ പിന്നെ ബാക്കി ടെൻഷനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയും ശക്തമായ തണുപ്പത്ത്, അതായത് തണുത്ത് മരച്ചിരിക്കുന്നൊരു സമയമാട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ വെളിയിലിറങ്ങി ഒന്നുകൂടെ വന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടോ, ഈ ചെടികളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണിട്ട് വല്ലാത്തൊരു ഇതിൽ ഇരിക്കുക കേട്ടോ. ഭയങ്കര ഫ്രീസായിട്ടിരിക്കുന്നൊരു സമയം തന്നെയാണ്. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിൽ ഈ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ.